بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. മഹാന്മാരായ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രതിലോമ രാഷ്ട്രീയത്തിൻ്റെ വർത്തമാനം പറയുമ്പോൾ ഈയിടക്ക് എം.എൻ. കാരശ്ശേരി അയാളുടെ ഒരു ആത്മകഥാംശമുള്ള വർത്തമാനത്തിൽ പറയുകയുണ്ടായി, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തെ ഒരിക്കൽ സമീപിച്ചിട്ട് ആവശ്യപ്പെട്ടു, നമ്മൾ രണ്ടുപേരും ചേർന്ന് പരിശുദ്ധ ഖുർആന് ഒരു വ്യാഖ്യാനമുണ്ടാക്കണം. ആ വ്യാഖ്യാനത്തിൽ ഭാഷാപരമായ മേൽനോട്ടം താങ്കൾ വഹിക്കുകയും അതിൻ്റെ കണ്ടൻറ്റിൻ്റെ സൂപ്പർവിഷൻ ഞാൻ നോക്കുകയും ചെയ്യാമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞപ്പോൾ മലയാളത്തിലെ പ്രതിലോമ ചിന്തകൾക്ക് പേരുകേട്ട കാരശ്ശേരി പറഞ്ഞത്രേ മറുപടിയായി, അത് നടക്കില്ല. കാരണം ഫാത്തിഹ അങ്ങനെ ഓതി വന്ന് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നെത്തുമ്പോൾ തന്നെ ഇയ്യാക നഅ്ബുദു അള്ളാഹുവിൻ്റെ ഭരണമുള്ള രാഷ്ട്രത്തെ മാത്രം ഞാൻ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ അർത്ഥം പറയും. ഞാൻ ആ അർത്ഥത്തോട് ഒട്ടും യോജിക്കുന്നില്ല. അങ്ങനെ ഒരു ഖുർആൻ പരിഭാഷ നടക്കില്ല എന്നയാൾ പറഞ്ഞു എന്നാണ്. വളരെ പ്രതിലോമകരമായി ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നത് ഇഖ്വാനിയത്തിൻ്റെ മൗദൂദിയത്തിൻ്റെ അടിസ്ഥാന ആശയമാണ്. 1928 ഹസനുൽ ബന്നയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ ആരംഭിച്ച ഇസ്ലാമിക് ബ്രദർഹുഡ് ഏതാണ്ട് അതേ കാലത്ത് തന്നെ 1940കളോടുകൂടി ഇന്ത്യയിൽ അബുൽ അല മൗദൂദിയുടെ നേതൃത്വത്തിൽ ഹുക്കൂമത്തെ ഇലാഹി അടിസ്ഥാന ആശയമാക്കിക്കൊണ്ട് വികാസം പ്രാപിക്കുകയുണ്ടായി. അബുൽ അല മൗദൂദിയിൽ നിന്ന് ആശയം സ്വീകരിച്ച ഈജിപ്തുകാരനായ സയ്യിദ് ഖുതുബാണ് ഇഖ്വാനി ആശയങ്ങൾക്ക് ലോകാടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ഒരു ആശയ ചട്ടക്കൂടുണ്ടാക്കുന്നത് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രചനകൾ, ഒന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമായ ഫീ നിലാലിൽ ഖുർആൻ, രണ്ടാമത്തേത് മആലിം ഫി തരീഖ്. ഈ രണ്ട് ഗ്രന്ഥങ്ങളുടെയൊക്കെ ടെക്സ്റ്റ് വായിക്കാൻ മാത്രമുള്ള സമയ ദൗർലഭ്യത ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് അതിന് സാധ്യമല്ല. ഈ രണ്ട് ഗ്രന്ഥങ്ങളും വളരെ അടിസ്ഥാനപരമായി തന്നെ മുന്നോട്ട് വെക്കുന്ന ആശയം, ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവുമില്ലാത്ത എല്ലാ രാജ്യങ്ങളിലെയും മുസ്ലിങ്ങൾ, സാധാരണ മനുഷ്യർ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് മാപ്പർഹിക്കാത്ത പാതകമാകുന്നു. ഇസ്ലാമിക ഭരണമില്ലാത്ത രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിലെ ഇസ്ലാം പൂർണ്ണമല്ല. അവിടുത്തെ ഭരണാധികാരികൾ പേരിന് മുസ്ലിങ്ങളായാൽ പോലും ഇസ്ലാമിക ശരീഅത്ത് സമ്പൂർണ്ണമായി നടപ്പാക്കാത്ത ഭരണാധികാരികൾ കുഫ്റിൻ്റെ ഭരണാധികാരികളാകുന്നു, കാഫിറുകളാകുന്നു. അവരുമായി നിരന്തരം യുദ്ധം ചെയ്യേണ്ടതാകുന്നു എന്നതാണ് ഈ പറയപ്പെട്ട സംഘത്തിൻ്റെ, ഈ ത്രയത്തിൻ്റെ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഹസനുൽ ബന്നയുടെയും അബുൽ അല മൗദൂദിയുടെയും സയ്യിദ് ഖുതുബിൻ്റെയും ആ ത്രയം തീർത്തിട്ടുള്ള ആശയ പശ്ചാത്തലം അങ്ങനെ ഒരു സാധനമാണ്. ഇതെവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്. സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ മഹാനായ സയ്യിദുന അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെതിരായി അദ്ദേഹത്തോടൊപ്പം നിന്ന് കാലുമാറിയ ഖവാരിജിയാക്കളെക്കുറിച്ച് നമുക്കറിയാം. ഖവാരിജിയാക്കൾ അന്നുണ്ടായ പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട സയ്യിദുന മുആവിയ റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും കൂടി മധ്യസ്ഥന്മാരായി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും നിശ്ചയിക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ മുസ്ലിം ലോകം സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിപ്പോയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകും എന്ന് കണ്ട ഘട്ടത്തിലാകുന്നു ഖവാരിജിയാക്കൾ എന്ന ഒരു വിഭാഗം രംഗത്ത് വരുന്നത്. അവർ അടിസ്ഥാനപരമായി പറഞ്ഞ വാദങ്ങൾ മുഴുവനും ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, മധ്യസ്ഥനായി അബൂ മൂസൽ അശ്അരിയെയും അംർ ഇബ്നുൽ ആസിനെയും അലി ഇബ്നു അബി താലിബും മുആവിയയും അംഗീകരിക്കുക വഴി അലി ഇബ്നു അബി താലിബ് കാഫിറായിപ്പോയി. മഹാനായ നമ്മുടെ അഖീദയുടെ ഇമാം അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്,
ഇവർ പറയുന്നത് അലി ഇബ്നു അബി താലിബ് കാഫിറായി പോയി, മുആവിയ കാഫിറായി പോയി റളിയല്ലാഹു അൻഹും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി, ആ മധ്യസ്ഥന്മാരെ അംഗീകരിച്ചവരും പിഴച്ചുപോയി, ആ മധ്യസ്ഥന്മാരുടെ ആയി സ്വയം അവരോധിതരായവരും കാഫിറായിപ്പോയി. ഇങ്ങനെ സ്വഹാബത്തിനെ മുഴുവൻ കാഫിറാക്കിക്കൊണ്ട് എന്നിട്ട് അവർ പ്രഖ്യാപിച്ചത് എന്താണ്? ഈ സ്വഹാബത്ത് നേതൃത്വം നൽകുന്ന ഭരണ സംവിധാനത്തിനെതിരായി പോരാട്ടം നയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അന്നവർ പോരാട്ടത്തിനിറങ്ങിയത്. 2 സംവാദങ്ങൾ ഖവാരിജിയാക്കളുമായി നടന്നത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒന്ന് നെഹർവാനിൽ വെച്ച് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു നേരിട്ട് നയിച്ച സംവാദമായിരുന്നു, പറയാൻ ഇവിടെ സമയമില്ല. രണ്ടാമത്തെ വന്നത് ഹറൂരിയാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ട ഖവാരിജികളിൽപ്പെട്ട തന്നെ ഒരു സബ്സെക്റ്റുമായി മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ള സംവാദമാണ്. ആ സംവാദത്തിന്റെ മുഖദ്ദിമയിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞ ഒരു വാക്ക് വളരെ അണ്ടർലൈൻ ചെയ്യപ്പെടേണ്ട വാചകമാകുന്നു. അദ്ദേഹം എന്നവിടെ ചോദിക്കുകയുണ്ടായി, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ ഈ ഖവാരിജിയാക്കളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, അദ്ദേഹം പറഞ്ഞു, ഞാൻ അലി ഇബ്നു അബി താലിബ് ആകുന്ന അമീറുൽ മുഅ്മിനീന്റെ അടുക്കൽ നിന്നാണ് വരുന്നത്. ഞാൻ വരുന്നിടത്ത് അൻസാരികളും മുഹാജിറുകൾക്കുമായിട്ടുള്ള സ്വഹാബത്ത് ആണ് ഇരിക്കുന്നത്. നിങ്ങളടുത്ത് വന്നു നോക്കുമ്പോൾ അൻസാരിയെയും കാണാനില്ല, മുഹാജിറിനെയും കാണാനില്ല, സ്വഹാബിയെയും കാണാനില്ല. അപ്പോൾ സ്വഹാബത്തിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുഹാജിറുകളിൽ നിന്നുമൊക്കെ വിഭിന്നമായ, അവരുമായി ഒട്ടും ബന്ധമില്ലാത്ത ഒരു സംഘം എന്ന ചാർത്ത്, ഈ സംഘത്തിന് ചാർത്തി കൊടുക്കുന്നതിന് വേണ്ടി തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബോധപൂർവം അങ്ങനെ സംസാരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ സ്വഹാബത്തിന് മുഴുവനും തള്ളി, അവരെല്ലാവരെയും കാഫിറാക്കി, ആ ഭരണത്തിനെതിരെ യുദ്ധം ചെയ്ത ഖവാരിജിത്തിന്റെ അടിസ്ഥാനപരമായ ആ ആശയം കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഖലീഫ മഅ്മൂനിന്റെ സന്നിധാനത്തിൽ ഖവാരിജിയാക്കളുടെ നേതാവിനെ ഹാജരാക്കപ്പെട്ട ഒരു സന്ദർഭം മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അബൂദാവൂദ്, ഹദീസ് പണ്ഡിതനായ അബൂദാവൂദ് എന്നവരുടെ മകൻ ഉദ്ധരിക്കുന്നത്, അദ്ദേഹത്തെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. ഖതീബുൽ ബഗ്ദാദി താരിഖ് ബഗ്ദാദിൽ പറയുന്നുണ്ട് ഈ കഥ. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, അവിടെ ഖവാരിജിയാക്കളുടെ നേതാവിനെ ഹാജരാക്കപ്പെട്ടു. ഖവാരിജിയാക്കളുടെ നേതാവിനോട് മഅ്മൂൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്താണ് നിങ്ങളുടെ അടിസ്ഥാനവാദം? അവർ പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ബൈലോ ആക്കിയുള്ള, ശരീഅത്ത് അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ലാത്ത ഒരു നിയമം, അതിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്നവർ മുഴുവനും കാഫിറുകളാകുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അലിയും മുആവിയയും ഒക്കെ കാഫിറാകുന്നു എന്ന് ഞങ്ങൾ പറയുന്നു. മഹാനായ മഅ്മൂൻ, ഖലീഫ മഅ്മൂൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്നത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് എന്നതിന് നിങ്ങളുടെ ഇൽമ് എന്താണ്, നിങ്ങളുടെ ദലീൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഇജ്മാ ആകുന്നു ഞങ്ങളുടെ ദലീൽ, പണ്ഡിതന്മാരുടെ ഏകോപനത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു അത് ഖുർആനാണ് എന്ന് സ്ഥിരപ്പെട്ടത്. ഉടനെ തന്നെ ഖലീഫ തിരിച്ചു പറയുകയുണ്ടായി, അത് മുനസ്സലാണ്, മുൻസലാണ്, അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ് എന്ന വിഷയത്തിൽ ഇജ്മാഇനെ നിങ്ങൾ അംഗീകരിച്ചതുപോലെ അതിന്റെ തഅ്വീലിന്റെ കാര്യത്തിലും നിങ്ങൾ ഇജ്മാഇലേക്ക് മടങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഇന്ന് ലോകത്തുള്ളൂ. എന്താണ് ഇജ്മാ എന്ന് ചോദിച്ചാൽ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തും മഹാന്മാരായ പണ്ഡിതന്മാരും ഫഖ്റുദ്ദീൻ റാസിയും ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയും തുടങ്ങിയ പണ്ഡിതന്മാരുടെ ആ നീണ്ട നിര ഈ ആയത്തുകൾ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന് പറയുന്ന ആയത്ത് ഓതിയിട്ട് മുസ്ലിം ഭരണാധികാരികൾ കാഫിറുകളാണ് എന്ന് പറയാൻ ഒട്ടും ഈ ആയത്ത് കൊണ്ട് സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു ഭരണാധികാരി അള്ളാഹു ഇറക്കിയതായ ഖുർആനിന്റെ നിയമം പോരാ, അത് ശരിയല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ മറ്റൊന്നിലേക്ക് പോയാൽ ഒരുപക്ഷെ അയാളെ കൊണ്ട് കാഫിറാണ് എന്ന് പറയാൻ കഴിയും, അയാളെയാണ് കാഫിറാണെന്ന് പറയാൻ കഴിയുക. എന്നിടത്താണ് ഇതിന്റെ വ്യാഖ്യാനം കൊണ്ടുപോയി ചെന്ന് നിൽക്കുന്നത്. എന്നല്ലാതെ മുസ്ലിം ഭരണാധികാരികളെ കൊല്ലുക എന്നതല്ല, അവരെ നിഷ്കാസനം ചെയ്യുക എന്നതല്ല, അതാണ് ഇജ്മാ. അപ്പോൾ ഈ ആശയം കടമെടുത്തുകൊണ്ട് ലോകത്ത് വന്നിട്ടുള്ള സയ്യിദ് ഖുത്ബിന്റെയും അതേപോലെ തന്നെ അബുൽ അല മൗദൂദിയുടെയും അതേപോലെ ഹസനുൽ ബന്നയുടെയും പിന്നീട് അവരുടെ ശിഷ്യന്മാരായി ലോകത്ത് വന്നിട്ടുള്ള ധാരാളം വ്യക്തിത്വങ്ങളുടെയും അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഈ മതരാഷ്ട്രവാദം, ശരീഅത്തനുസരിച്ചുള്ള ഒരു നിയമമല്ലാത്ത ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്നാണ്. ശരീഅത്തല്ലാത്ത ഒരു നിയമപ്രകാരം ഭരണാധികാരം നടത്തുന്നവർ
മുസ്ലിമായാൽ പോലും അവർ കാഫറുകളാണ് എന്നാണ്, അവരോട് യുദ്ധം ചെയ്യൽ നിർബന്ധമാണ് എന്നാണ്. അങ്ങനെയാണ് ലോകത്ത് നിരവധി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് മുസ്ലിം സമൂഹത്തെ ഒരു വലിയ ടെററിസ്റ്റ് സൊസൈറ്റി ആയിട്ട് ലോകം തെറ്റിദ്ധരിക്കാനിടയുണ്ടായിട്ടുള്ളത്. 1957 സൗദിയിൽ നിന്നിറങ്ങുന്ന അദ്ദഅവ മാസികക്ക് നൽകിയ അഭിമുഖത്തിൽ അക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന അബുല്ലൈസ് പറയുന്നൊരു വാചകമുണ്ട്. അടുത്ത 25 വർഷത്തിനകം, മാക്സിമം അടുത്ത 25 വർഷത്തിനകം ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പരിണമിക്കാൻ പോകുന്നു. അതിൻ്റെ പരിപാടികളെല്ലാം ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് മലയാളികൾക്ക് മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ സ്വയം പ്രഖ്യാപിച്ച അവരുടെ എല്ലാ മൂല്യങ്ങളിൽ നിന്നും ഇതുവരെ പറഞ്ഞ നയങ്ങളിൽ നിന്നുമൊക്കെയുള്ള മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ പിറകോട്ട് മാറൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ രാഷ്ട്രീയം, ഈ പ്രതിലോമത്തിൻ്റെ രാഷ്ട്രീയം മുസ്ലിം ഉമ്മത്തിനുണ്ടാക്കിയിട്ടുള്ള പരിക്കിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് മോചനം നേടണമെങ്കിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി ഉസ്താദ് അവർകൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സുന്നി യുവജന സംഘത്തിൻ്റെയും നമ്മുടെ സംഘ പ്രസ്ഥാന കുടുംബങ്ങളുടെയും ശക്തമായ ഒരു മുന്നേറ്റവും ഉയർത്തെഴുന്നേൽപ്പും ഇവിടെ ഉണ്ടാവണം. ബാക്കി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ഉമറുൽ ഫാറൂഖുൽ സഖാഫി കോട്ടുമല സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.